ഹലോ ഫ്രണ്ട്സ്, CR മീഡിയ ടെക്കിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ കുറുമയായിട്ടാണ്. നമ്മൾ പലരും ചിക്കൻ കുറുമ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു ചിക്കൻ കുറുമ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. അതിലേക്ക് വേണ്ട ചേരുവകൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ ചേരുവകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അത് നമ്മൾ ഇതിലായിട്ട് പ്രധാനമായിട്ട് എടുക്കുന്ന ചേരുവകൾ കാണിച്ചു തരാം. ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം ചിക്കനുണ്ട്. അത് കട്ട് ചെയ്ത് കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. 2 സവോള അരിഞ്ഞെടുത്ത് അത് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ ക്യാപ്സിക്കം, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അത്രയും വലിപ്പമുള്ളത് വേണ്ട, ചെറിയ ക്യാപ്സിക്കം മതി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു നാളികേരമാണ്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം അത് ചരുകിയെടുത്ത് പാല് പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് അതിന് ശേഷമാണ് നമുക്ക് മല്ലി പുതിന അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ മല്ലിയില എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സൈസ് ചെയ്ത് വയ്ക്കുക. പിന്നെ പുതിന എടുക്കുമ്പോൾ പുതിന അരച്ചെടുക്കണം പുതിന. പിന്നെ പച്ചമുളക് ഒരു 8 എണ്ണം എടുത്തിട്ട് 3 എണ്ണം നടുപളർന്നിട്ട് വയ്ക്കുക. മറ്റുള്ളത് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, അതൊരു നുള്ളു മതി. പിന്നെ കുറച്ച് ഓയിൽ വേണം. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമുക്ക് പുതിനയുടെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, അത് മതി. പിന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. പിന്നെ കുരുമുളക് ചെറുതായിട്ട് ക്രാഷ് ചെയ്തെടുത്ത്. ഇത്രയും ചേരുവകളുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായ ചേരുവ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കൻ കുറുമ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്ഷമയോട് കൂടിയിട്ട് കാണണം. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു കുറുമ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ലേ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങുകയല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുക്കിംഗാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാൻ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാൻ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തിച്ചിട്ട് നമ്മളിതിൽ ആദ്യമായിട്ട് ചിക്കനാണ് ഇടുന്നത്. ചിക്കൻ ഇട്ടിട്ട് നമ്മളതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓയിൽ ചൂടാക്കി ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കത് കുക്ക് ചെയ്ത് എടുക്കേണ്ടതുകൊണ്ട് ഇത് ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ കുക്കിംഗ് തീർത്തും വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ കുക്കൻ ഒരു ചെറിയ സെമി കുക്ക്, അതിലേക്ക് കുറച്ച് പെപ്പർ ഞാൻ ക്രാഷ് ചെയ്ത് നമുക്കതിലിട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കും. സെമി കുക്ക് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വലിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതൊരു പിന്നൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പരുവത്തിലെത്തി. ഈ പരുവത്തിൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് അത് മൊത്തം ഒരു ബൗളിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പാൻ നമ്മൾ നല്ല ക്ലിയർ ചെയ്യാം. ഒരു വേറെ നല്ല പാൻ എടുത്തിട്ട് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, ആ ക്യാപ്സിക്കം നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ക്യാപ്സിക്കമാണ് ഇടുന്നത്. ക്യാപ്സിക്കം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നടുപുളർന്ന്, അതും വഴറ്റിയെടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ട് അതും ഇതും കൂടെ അങ്ങനെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഓരോ കുക്കിങ്ങിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതിലെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കി ചെയ്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി അതിൽ നമ്മൾ ഇട്ടു. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഇതൊന്നും വെന്ത് പോരുത്, ഒരു ചെറിയ ഒരു ഹാഫ് കുക്ക്, നമുക്ക് കളർ നഷ്ടപ്പെടാൻ പാടില്ല. എന്നിട്ടിപ്പോൾ ഇത് ഈ പരുവത്തിലായി. ഇനി നമുക്കതൊരു വേറെ ബബിളിലേക്ക് മാറ്റിയിട്ട് വയ്ക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തേക്ക് അത് മാറ്റി വയ്ക്കാം. അതിങ്ങനെ വാരിയെടുത്തിട്ട് നമുക്ക് മാറ്റിയിടാം. പിന്നെ ഈ പാനിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമുക്ക് ഈ നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇടണം. നമ്മുടെ എണ്ണയിൽ തന്നെ നമുക്ക് വേവിക്കണം. അപ്പോൾ ഈ പരുവത്തുമ്പോൾ നമുക്ക് ആ ചതച്ച് വെച്ച പച്ചമുളക് അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി അത് നല്ല ചുവന്ന കളർ നമുക്കാവണം. നന്നായി ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരണം.
കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടും. ഇതേപോലെ അത് ഡ്രൈ ആയി ഉണ്ടോ. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ആ പുതിന ഇട്ട് കൊടുക്കാം. പുതിന ഇതിൻ്റെ ഫ്ലേവറാണ്, ഒരു പ്രധാനപ്പെട്ട ഫ്ലേവറാണ്. അപ്പോൾ ആ സബോള കുക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിന വെയിറ്റ് ചെയ്തത്. പുതിനയ്ക്ക് നനവ് കൂടുതലല്ലേ, അപ്പോൾ പുതിന അവസാനം എടുപ്പോൾ അതിന് പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വേവിക്കുക കേട്ടോ. ഇനി നമ്മളൊരു നുള്ളു മഞ്ഞളിടാം. മഞ്ഞൾ ഒട്ടും അധികം ആവരുത്. നമ്മുടെ കറിക്ക് മഞ്ഞ കളറ് അല്ലാണ്, മഞ്ഞ കളറില്ലാത്ത ഒരു ഗ്രീനും ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ ഒരു മഞ്ഞൾ കൂടരുത്. പിന്നെ കുറച്ച് ഉപ്പിടുക, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇട്ടിട്ട് നമുക്കതിങ്ങനെ ഇളക്കിയിട്ട് ഇനി ഈ പരുവത്തിൽ നമ്മൾ ഇത് മാത്രമായിട്ട് കുറച്ച് നേരം ആ സ്മാഷ് ചെയ്ത പെപ്പർ കൂടി ചേർത്തിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി എടുത്തിട്ട് കുരുമുളകൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ചു. ഇത് കണ്ടോ, ഇതേപോലെ. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്താൽ മതി അടച്ചു വെച്ചിട്ട്. അപ്പോൾ ആ സ്മെല്ലൊക്കെ ആ ചിക്കനിൽ പിടിച്ചു. ഇപ്പോൾ ഒരു വ്യത്യസ്ത ഫ്ലേവറായിട്ട് അതിൽ ഉണ്ടോ. ഇങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെടുക്കുന്ന നമ്മുടെ നാളികേരം പിഴിഞ്ഞില്ല, അതിൻ്റെ 2ാം പാലാണ് നമ്മളിതിലത് എടുക്കുന്നത്. ഒരു ബബിളിക്കുള്ളത് കിട്ടും 2ാം പാൽ. അപ്പോൾ അത് ഫുള്ള് നമുക്ക് അതിൽ ഒഴിക്കാം. അത് ഒഴിക്കുമ്പോൾ തന്നെ അതിൽ കുക്കാവുള്ള സമയം കിട്ടും. 2ാം പാൽ ഒരു ബബിളിക്കുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, കുക്കിംഗ് ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ട് കുക്കാവുന്നത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിൽ കുറയാത്ത കുക്കിംഗ് ഉണ്ടാവേ. ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം കേട്ടോ. വെന്ത് വരുന്നുള്ളൂ, കുറച്ചും കൂടി വേവുണ്ട്. കുക്കായിട്ടില്ല, ഒത്തിരി കൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് ആയിട്ടുണ്ടാവും ഏകദേശം. കണ്ടോ, നമ്മുടെ കളറൊക്കെ ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക കളറിൽ ഇത് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മുടെ 1ാം പാൽ നമ്മൾ ഒഴിച്ചു. കണ്ടോ, 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലെയിം സിമ്മിലിടണം. പിന്നെ ഒരുപാട് വേവാനോ തിളയ്ക്കാനൊന്നും വിടരുത്. ഇപ്പോൾ കണ്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കുക്കിംഗ്. ഇതൊരു കേരള ഡിഷല്ല കേട്ടോ, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഡിഷാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന. ഇനി നമ്മുടെ ക്യാപ്സിക്കം അതിലിട്ട് കൊടുക്കുക. ക്യാപ്സിക്കം, പച്ചമുളക്, കറി ലീവ്സ്, കുറച്ച് മല്ലിയില. ഇതാണ് നമ്മുടെ ഏറ്റവും മുകളിലുള്ള മേമ്പൊടി. അത് ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ച് ചെറുതായിട്ട് കുക്കാകുമ്പോൾ കണ്ട ഇതാണ് നമ്മുടെ ഫ്ലേവർ. ശരിക്കും ഒരു വ്യത്യസ്ത സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ. ഇത് ഒരു കേരള ഡിഷേ അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു നമ്മുടെ ടേസ്റ്റ് മനസ്സിൽ വിചാരിക്കരുത്. ഇത് ഒരു തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു വ്യത്യസ്ത കളർ. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. ഇത് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക നന്നായിട്ട്. ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ ആ ഓർഡർ അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതൊരു ബബിളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബബിളിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഏത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ നമുക്കിത് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കുറുമ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.